വെസ്റ്റേൺ ഗട്ട്സിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നാച്ചുറലി നല്ല മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ എന്നിട്ടും ഈ ഇടയായി മൺസൂൺ ആരംഭിച്ചാൽ നമ്മൾ കേൾക്കുന്ന ന്യൂസ് ആകെ റെഡ് അലേർട്ട്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് എന്ന് മാത്രമാണ്. എപ്പോഴും നല്ല മഴ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം കേരളത്തിൽ ഇത്രയധികം ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലഡ്സും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പ്രധാനമായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഫേസ്റ്റ് വൺ ആണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ എയർ എല്ലാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ നല്ല ചൂടാണ്, നല്ല വാമാണ്. ഈ വാം എയറിന് കൂടുതൽ മോയിസ്ചർ ഉൾക്കൊള്ളാൻ പറ്റും, അതായത് കൂടുതൽ വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മുമ്പ് നമുക്ക് ഒരുപാട് സമയം എടുത്ത് പെയ്തിരുന്ന മഴ നമുക്കിപ്പോൾ ഷോർട്ട് ടേമിൽ തന്നെ, ഒരു ഷോർട്ട് പീരിയഡിൽ തന്നെ നല്ല ശക്തിയിൽ ലഭിക്കുന്നുണ്ട്. അതായത് മുമ്പ് നമുക്ക് ഒരുപാട് സമയം എടുത്ത് കുറച്ച് മോഡറേറ്റ് എമൗണ്ടിൽ ലഭിച്ചിരുന്ന മഴ ഇപ്പോൾ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത റീസൺ ആണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. മുമ്പ് ഈ മഴവെള്ളം എല്ലാം എങ്ങോട്ടാണ് പോയിരുന്നത്? നമ്മുടെ ഫീൽഡ്സിലോട്ട് പോയിരുന്നു, പോൺസിലോട്ട് പോയിരുന്നു, വെറ്റ്ലാൻഡ്സിലോട്ട് പോയിരുന്നു. പക്ഷേ ഇന്ന് അതിനൊക്കെ പകരമുള്ളത് എന്താണ്? നമ്മുടെ റോഡ്സും ബിൽഡിങ്സും വീടുകളും ഒക്കെയാണ്. സോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ നേച്ചറിനെ നമ്മൾ വല്ലാതെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ പെയ്താൽ മഴവെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മണ്ണിലോട്ട് അരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ വാട്ടർ ഈസ് എൻറ്ററിങ് ഇൻ ടു അവർ towns and roads. ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? യെസ്, നമ്മൾ എല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്ന ഏർബൻ ഫ്ലഡിങ് ആണ്. അതായത് മഴവെള്ളം നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങുന്നു ആൻഡ് നമ്മുടെ വീടുകളൊക്കെ മുങ്ങുന്നു. ഇതിന്റെ തന്നെ ബാക്കി പത്രമാണ് നമ്മുടെ അടുത്തൊരു റീസണും, എൻക്രോച്ച്മെന്റ് ഓഫ് റിവേഴ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ വാട്ടർ റിസോഴ്സുകളെല്ലാം ഇപ്പോൾ ചെറുതായിട്ടുണ്ട്, നാരോ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിൽഡ് ആണ്. നമ്മളൊക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് അതെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി അതെല്ലാം നമ്മൾ മണ്ണിട്ട് മൂടി നമ്മൾ അവിടെ പ്രീ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുന്നത്? വെള്ളം ഒലിച്ചു പോവേണ്ട സ്ഥലത്തൊന്നും അതിനുള്ള സ്പേസ് ഇല്ല. നമ്മുടെ പ്രകൃതി നമ്മുടെ റിവറിന് കൊടുത്തിട്ടുള്ള, നമ്മുടെ നദികൾക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ള എക്സ്ട്രാ സ്പേസുകളൊക്കെ നമ്മൾ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫ്ലഡ് പ്ലെയിൻസ് എല്ലാം നമ്മൾ ഒക്യുപ്പൈ ചെയ്തു. ഇനി വെള്ളത്തിന് എക്സ്ട്രാ ഒന്ന് ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഹെവി റെയിൻ വരുന്ന സമയത്ത് നമ്മുടെ വാട്ടർ റിസോഴ്സുകൾക്കൊന്നും അവർക്ക് നാച്ചുറലി ലഭിച്ചിട്ടുള്ള എക്സ്ട്രാ സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ റിവേഴ്സിനൊക്കെ നേച്ചർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ സ്പേസ് ആണത്. റിവേഴ്സിന്റെ രണ്ട് സൈഡിലും താഴ്ന്നു കിടക്കുന്ന ഒരു ചെറിയ ഏരിയ ഉണ്ടായിരിക്കും. അതിലോട്ടായിരിക്കും ഹെവി റെയിൻസ് അല്ലെങ്കിൽ മൺസൂൺ സീസണിലൊക്കെ നമ്മുടെ വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് പോകുന്നത്. ബേസിക്കലി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഫ്ലഡ് പ്ലെയിൻസ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ സ്പേസ് ഒക്കെ നമ്മൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ബിൽഡിങ്സ് വെച്ചിട്ടുണ്ട്, നമ്മൾ അവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലത്ത് മഴയ്ക്ക് വരുന്ന സമയത്ത് വെള്ളത്തിന് ഓവർഫ്ലോ ചെയ്യാനുള്ള ഒരു സ്പേസ് ആരെടുത്തിട്ടുണ്ട്? നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ഓബ്വിയസ്ലി ഈ റിവർ ഓവർഫ്ലോ ചെയ്ത് നമ്മുടെ വീട്ടിലോട്ടും നമ്മുടെ ടൗൺസിലോട്ടും ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡെവലപ്മെന്റിന്റെ പേരിൽ നമ്മൾ എല്ലാവരും വിസ്മരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം. ഇന്ന് നമ്മുടെ റോഡ് സൈഡിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും എന്താണ്? അത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ദിസ് സ്ലോസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ. ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ടോ ചെറിയൊരു മഴ വന്നാൽ പോലും, ഒരു മോഡറേറ്റ് റെയിൻഫോൾ കിട്ടിയാൽ പോലും നമ്മുടെ അർബൻ ഏരിയാസിൽ, നമ്മുടെ ടൗൺസിൽ വെള്ളം പൊങ്ങും. മൺസൂൺ ആയാൽ ഫ്ലഡ് മാത്രമല്ല നമ്മൾ കേൾക്കാറുള്ളത്, വി ആൾസോ ഹിയർ അബൌട്ട് ലാൻഡ് സ്ലൈഡ്സ്. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ 3 കാര്യങ്ങളാണ് വേണ്ടത്. സ്റ്റീപ്പായിട്ടുള്ള ഒരു ഹില്ല് വേണം, ഹെവി റെയിൻ വേണം, വീക്കായി കിടക്കുന്ന സോയിൽ വേണം. ഇതിൻ്റെ കൂടെ ഓൾറെഡി നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ സോയിലിനെയും നമ്മുടെ ലാൻഡിനെയും ഒക്കെ അൺസ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൂടി ആഡ് ചെയ്യാണ്. റോഡ് കൺസ്ട്രക്ഷൻ, ക്വാറിയിങ്, ഡീഫോറസ്റ്റേഷൻ. ഇതുകൂടെ വരുമ്പോഴോ ദീസ് ഡിസ്റ്റർബ് ദ നാച്ചുറൽ സ്റ്റെബിലിറ്റി ഓഫ് അവർ ഹിൽസ്. അതുകൊണ്ട് തന്നെയാണ് മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള അവരുടെ പഠനങ്ങൾക്കൊക്കെ പ്രസക്തിയാകുന്നതും. ഇവിടെയുള്ള ചോദ്യം ഇതാണ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്ലഡ്സും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ബട്ട് വി ക്യാൻ റെഡ്യൂസ് ദ ഡാമേജ്. എങ്ങനെയാണ് നമുക്കപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്റെ ഡാമേജ് കുറക്കാൻ പറ്റുന്നത്?
ഇതിൽ ഗവൺമെന്റിനും ഇൻഡിവിജ്വലിനും ഒരുപോലെ പങ്കുണ്ട്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും സയന്റിഫിക് ആയിട്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ് വേണം, കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് പ്ലാനിങ് വേണം, അതിനനുസരിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് മുൻതൂക്കം നൽകിയിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കാൻ. ഇനി അത് മാത്രമാണോ? ഒരിക്കലുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം വേണം, നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ റൂൾസ് വേണം, അതുപോലെ തന്നെ ഏർലി വാർണിംഗ് സിസ്റ്റംസും നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇനി സിറ്റിസൺസ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യണം, ട്രീസ് പ്ലാന്റ് ചെയ്യണം, അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇനി നമ്മുടെ ഏർലി വാർണിംഗ് സിസ്റ്റംസ്, നമ്മുടെ ഗവൺമെന്റ് തരുന്ന വാർണിംഗ് സിസ്റ്റംസ് റെസ്പെക്ട് ചെയ്യണം, അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഇനി നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ഥലം അത് കറക്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ലോപ്പുകളിലും മറ്റും നമ്മൾ മാക്സിമം ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഉണ്ടാക്കാതെ നോക്കണം. മഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കൃഷിക്ക് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ മഴയെ ആശ്രയിക്കുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്ന മൺസൂണിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ നേച്ചറിനെ മറക്കുന്ന സമയത്ത്, നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിനെ മറക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് തടുക്കാൻ വേണ്ടത് കൃത്യമായ റിസോഴ്സ് പ്ലാനിങ് ആണ്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ വരുന്ന ഒരു തലമുറക്ക് കൂടി ഇവിടെ ഇനിയും ജീവിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടെ വേണം നമ്മൾ ജീവിക്കാൻ. അതിന് നമ്മൾ ബോധവാന്മാരാവണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക കൂടി വേണം.